കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിതയുടെ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കിയില്ലെന്ന് കാണിച്ചാണ് അനിതയുടെ ഹർജി. നിയമനത്തിനെതിരായ സർക്കാരിൻ്റെ പുനഃപരിശോധനാ ഹർജിയും ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വരും. ദീപക് ധർമ്മണം കോഴിക്കോട് നിന്ന്. ദീപക്, ഗുഡ് മോർണിംഗ്. പറയൂ ദീപക്, വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. വലിയ വിവാദത്തിന് ഒടുവിൽ PB അനിതയ്ക്ക് നിയമനം നൽകിയതാണ്. ആ വിഷയത്തിൽ PB അനിത നേരത്തെ ഹൈക്കോടതിയിൽ ഒരു കോടതിയലക്ഷ്യ കേസ് ഫയൽ ചെയ്തിരുന്നു, ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു. അതായത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തനിക്ക് നിയമനം നൽകുന്നില്ല, അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. അത് കോടതി അലക്ഷ്യ ഹർജിയായിരുന്നു PB അനിത നൽകിയത്. പക്ഷേ എന്നാൽ ഇന്നലെ PB അനിത മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു, ജോലിയിൽ തിരികെ പ്രവേശിച്ചു. മെനയാന്നായിരുന്നു ഉത്തരവിറക്കുകയും ചെയ്തത്. സ്വാഭാവികമായും കോടതി അലക്ഷ്യ നടപടി അവിടെ നേരിടുന്നില്ല. കാരണം അവർക്ക് നേരത്തെ ഹൈക്കോടതി ഉത്തരവ് ഏപ്രിൽ 1-ാം തീയതി വരുന്ന ഒഴിവിലേക്ക് ഇവരെ നിയമിക്കണം എന്നായിരുന്നു. സ്വാഭാവികമായും ഒഴിവ് വരുന്നു, പ്രിൻസിപ്പൽ അത് DMEക്ക് റിപ്പോർട്ട് ചെയ്യണം. DMEക്ക് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഉത്തരവിറങ്ങുക. അതിന് ഒരു സ്വാഭാവിക കാലവിളംബരം എന്നുള്ള നിലയിൽ ഒരു വൈകൽ മാത്രമായിരിക്കും സർക്കാർ അതിനെ ഹൈക്കോടതിയിൽ അവതരിപ്പിക്കുക. ഏതായാലും ഇന്ന് കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുമ്പോൾ എന്ത് കമൻറ്റ് ചെയ്യും എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഹൈക്കോടതിയിൽ റിവിഷൻ ഹർജി സർക്കാർ നൽകിയിട്ടുണ്ട്. അതായത് DMEയുടെ റിപ്പോർട്ടിൽ ഈ PB അനിതയ്ക്ക് സൂപ്പർവൈസറി ലാബ്സ് ഉണ്ടായിട്ടുണ്ട്, അതായത് മേൽനോട്ടം വഹിക്കേണ്ട നഴ്സിംഗ് ഹെഡ് എന്നുള്ള നിലയിൽ അവർ കൃത്യമായി ചട്ടങ്ങൾ പാലിച്ചില്ല, ഇരയ്ക്ക് വേണ്ട സുരക്ഷ ഒരുക്കിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് DMEയുടെ നേരത്തെയുള്ള അന്വേഷണ റിപ്പോർട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അനിതയെ മാറ്റിയത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വരുന്നു. പക്ഷേ രണ്ടും ഒരുമിച്ച് പരിഗണിക്കുമോ എന്നുള്ളത് നമുക്ക് പറയാൻ വയ്യ. ഏതായാലും കോടതി അലക്ഷ്യ നടപടി ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും എന്ന് തീർച്ചയാണ് SK. താങ്ക് യു ദീപക് ധർമ്മണം.